Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലഡ് ബാങ്ക് അല്ലേ എടുത്തുകൊണ്ടിരുന്നത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ? എവിടെ വരെയാണ് നിർത്തിയത്? എടുത്ത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞ് നിർത്തിയില്ലേ? ജോബ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുവർ, അതാണ് എടുക്കാനുള്ളത് അല്ലെ? അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുവർ. ഓക്കെ ഓക്കെ, ബാക്കി ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ ചാപ്റ്ററിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുവർ, അതായത് ഇവിടെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, എന്നാൽ പോലും ആ പ്രവർത്തനങ്ങൾ അവിടെ പ്രോപ്പറായ രീതിയിൽ തന്നെയാണോ നടക്കുന്നത്? അവിടെ ഓരോ ജീവനക്കാരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അതിനനുസരിച്ചുള്ള നല്ല പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ഓവറോൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് അല്ലെ? ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്. നമ്മുടെ ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളുകൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങള് ശരിയായ രീതിയിൽ അവിടെ നിലനിർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പറയുന്ന നല്ല രീതിയിലുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് അനുസരിച്ചാണോ അവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് എന്നൊക്കെ ആര് ഉറപ്പുവരുത്തണം? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഉറപ്പുവരുത്തണം. രണ്ടാമത്തത് വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. എന്താണ് ഇൻസിഡന്റ് ഫോംസ്? അതായത് ഇപ്പൊ ഇവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ നടന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ നമ്മൾ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് കൈമാറ്റം ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോ അവിടെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇഷ്യൂസോ കാര്യങ്ങളോ ആ പേഷ്യൻസിന് ഉണ്ടായെങ്കിൽ, അങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ഇൻസിഡന്റ് ഫോമുകളിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇൻസിഡന്റ് ഫോമുകളിൽ ഈ പറയുന്ന ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് വഴി ഉണ്ടാവുന്ന എന്തെങ്കിലും ഇഷ്യൂസോ പ്രോബ്ലംസോ പേഷ്യൻസിന് ഉണ്ടായാൽ അത് കൃത്യമായിട്ട് ഈ ഇൻസിഡന്റ് ഫോമുകളിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം, പരിശോധിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇൻസിഡന്റ് ഫോംസ് എന്ന നിലയിൽ അവരവിടെ രേഖപ്പെടുത്തുന്നുണ്ടോ, ആ പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡുകളൊക്കെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടതാണ്. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഉറപ്പുവരുത്തലാണ് അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉറപ്പുവരുത്തേണ്ടത്. രണ്ട് പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രോട്ടോകോളുകൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് അനുസൃതമായിട്ടാണോ അവിടെ ബ്ലഡ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ആര് ഉറപ്പുവരുത്തണം? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിയാക്ഷൻസോ കാര്യങ്ങളോ നടന്ന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സംഭവം അവിടെ നടന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായ ഇൻസിഡന്റ് ഫോമുകളിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇൻസിഡന്റ് ഫോമുകൾ കൃത്യമായിട്ട് ഇവര് രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നുണ്ടോ അത് പരിശോധിക്കുക. അത് കൂടാതെ അവിടെയുള്ള എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ, ബ്ലഡ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നാണ് കേട്ടോ, ബ്ലഡ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആണോ? രണ്ട് പോയിന്റ്സ് ഇനി പറയണോ? രണ്ട് പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്താണ് റിപ്ലൈ ചെയ്യാത്തത്? ഓക്കെ,
Then next point ഏതാണ്? ലാസ്റ്റ് പോയിന്റോ? ആ രണ്ടെണ്ണത്തിൽ സെക്കൻഡ് പോയിന്റ് ആണോ ഉദ്ദേശിച്ചേ അഷ്ന? സെക്കൻഡ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മളിവിടെ ട്രാൻസ്ഫ്യൂഷൻ നടക്കും എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നടക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്മാച്ച് വന്നാൽ പോലും അവിടെ റിയാക്ഷൻസ് നടക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസോ പ്രോബ്ലംസോ പേഷ്യൻസിന് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സംഭവമാണ്. ആ ഒരു സംഭവം ബ്ലഡ് ബാങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ആയി ഈ സംഭവം നടന്നിട്ടുണ്ട്. അപ്പൊ ആ സംഭവങ്ങള് കൃത്യമായിട്ട് നമ്മൾ ഇൻസിഡന്റ് ഫോമുകളിൽ രേഖപ്പെടുത്തി വെക്കണം. അത് നിയമമാണ്. ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്ക് പാലിക്കേണ്ടതായിട്ടൊരു കാര്യമാണ്. നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും അതൊക്കെ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡൻസ് അല്ലെങ്കിൽ സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ അതുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഇൻസിഡന്റ് ഫോമുകളായിട്ട് നമ്മൾ രേഖപ്പെടുത്തി ആ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഡിപ്പാർട്ട്മെന്റ് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുക. അതുപോലെ ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ബ്ലഡ് ബാങ്ക് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള റെക്കോർഡുകളെല്ലാം അവർ നല്ല രീതിയിൽ അവിടെ റെക്കോർഡുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നുണ്ടോ എന്ന് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഓക്കെ ആണോ സെക്കൻഡ് പോയിന്റ്? ഓക്കെ, then next third point ആണ് proper storage of blood and blood components. അപ്പൊ ബ്ലഡ് അതുപോലെ നമ്മുടെ ബ്ലഡ് കമ്പോണൻസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രൊഡക്ട്സ് നമ്മൾ പഠിച്ചു അല്ലെ. പലതരത്തിലുള്ള കമ്പോണൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ്, ഹോൾ ബ്ലഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ശരിയായ രീതിയിൽ ആ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. അപ്പൊ ബ്ലഡ് ബാങ്കില് ബ്ലഡ് ആയിക്കോട്ടെ, ബ്ലഡ് കമ്പോണൻസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. Then department is controlled by well trained and qualified personnel. എന്താ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റാ? നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് എങ്ങനെയുള്ള ആളുകളാണ്? എങ്ങനെയുള്ള ആളുകളായിരിക്കണം? വെൽ ക്വാളിഫൈഡ്, നല്ല യോഗ്യതയുള്ള അല്ലെ, നല്ല പരിശീലനങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ജീവനക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണോ നമ്മുടെ ഈ ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടപ്പിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. ഏതൊരു ജോലിക്കും അതിൻ്റെതായ ക്വാളിഫിക്കേഷൻസ്, യോഗ്യത ഉള്ള ആളുകൾ വേണം അല്ലെ. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം, നല്ല പരിശീലനങ്ങൾ ലഭ്യമായിട്ടുള്ള ആളുകളായിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണോ നമ്മുടെ ഈ ബ്ലഡ് ബാങ്ക് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് ആരുറപ്പുവരുത്തണം എന്നാ പറയുന്നത്? ആരുടെ ഉറപ്പുവരുത്തണ്ടേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ക്ലിയർ ആണോ? രണ്ട് പോയിന്റ്സ് ഓക്കെ ആണോ? അടുത്ത പോയിന്റ് കൂടി പറഞ്ഞിട്ട് മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടാ. ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. അതായത് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ ഏതൊരു സ്ഥാപനത്തില് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി പേരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെ. പ്രോബ്ലംസ് ഉണ്ടാവാനൊക്കെ നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറില്ലേ? ഒത്തിരി പേര് കൂടുന്നതിനനുസരിച്ച് വഴക്ക കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നാൽ അത് കണ്ടെത്തുക, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പൊ ആ വഴക്ക് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ വന്നാല്, ഒരു പ്രോബ്ലം വന്നാല് അതിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോവല്ല ചെയ്യുന്നത്, അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം അല്ലെ. അപ്പൊ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടെത്തുകയും പരിഹരിക്കുകയും വേണം. അപ്പൊ അതിനുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചുമതലയിൽ വരുന്ന കാര്യമാണ്. ആൻഡ് ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസീസ്. നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോളിസികളില് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ റിവൈസ് ചെയ്യണം, അത് പുതുക്കണം, അല്ലെങ്കിൽ കുറച്ച് വ്യത്യാസങ്ങളിൽ മാറ്റങ്ങൾ അവിടെയുള്ള നയങ്ങളിൽ കൊണ്ടുവരണമെങ്കിൽ അതിനുമുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ലാസ്റ്റ് ആദ്യത്തെ രണ്ട് പോയിന്റ്സ് ഇനി പറയുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ? തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത് പറഞ്ഞാ പോരെ? Okay,
തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? ശരിയായ രീതിയിൽ നമ്മുടെ ബ്ലഡ് ബാങ്കില് ബ്ലഡ് ഹോൾ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രൊഡക്ട്സ് ഒക്കെ ശരിയായ രീതിയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് എന്ന് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉറപ്പുവരുത്തേണ്ടത്. രണ്ടാമത്തത്, ഈ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയുള്ള ജീവനക്കാരായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്നുള്ള രീതി മീനിങ് ആണ് കേട്ടോ അവര്. അപ്പൊ അവരെന്താ ഉദ്ദേശിക്കുക? കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല യോഗ്യതയുള്ള നല്ല ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും നല്ല പരിശീലനങ്ങളുള്ള ആളുകളായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾ തന്നെയാണോ നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ലാസ്റ്റ് പറയുന്നത്, ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഇഷ്യൂസിന് അത് കണ്ടെത്തണം, അതോടൊപ്പം തന്നെ അത് പരിഹരിക്കണം. അതിനു വേണ്ടിയുള്ള മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്ത് നൽകണം. ആൻഡ് ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി, നിലവിലുള്ള പോളിസികൾ അല്ലെങ്കിൽ നയങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് ആവശ്യമായ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചുമതലയാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? 5 പോയിന്റ്സ് എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് അധികം ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും വരാതെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. മിസ് അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും അല്ലെ? ചാപ്റ്റർ 6 ആണ് കേട്ടോ. റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ്. റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ആരെങ്കിലും പോയിട്ടുണ്ടോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില്? ഹോസ്പിറ്റൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ പോയവരുണ്ടോ? ഓൾമോസ്റ്റ് നമ്മൾ മിക്കവരും പോയി കാണും അല്ലെ? പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ പോയിരിക്കുന്നേ? എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാ പോയിരിക്കുന്നത്? എക്സ്റേ എടുക്കാൻ പോയി കാണും, സ്കാനിങ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ പല മെത്തേഡുകള് നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇമേജിംഗ് ടെക്നോളജീസ് ആണ്. ഇതിന്റെയൊക്കെ റിസൾട്ട് നമുക്ക് എങ്ങനെയാ കിട്ടാം? എന്തായിട്ടാണ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത്? ഒരു എക്സ്റേ എടുത്തു അല്ലെങ്കിൽ ഒരു സ്കാനിങ് ചെയ്തു, നമുക്ക് ഇമേജുകളായിട്ടാണ് കിട്ടുക അല്ലെ? ചിത്രങ്ങളായിട്ടാണ് നമുക്ക് ഇതിന്റെ, അതെ, ഫീലിങ്സ് അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്സ്റേ ആണെങ്കിലും അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI മുതലായിട്ടുള്ള എല്ലാം എന്താണ്? ഇമേജിംഗ് ടെക്നോളജീസ് ആണ്. ചിത്രങ്ങൾ എടുക്കുകയാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അല്ലെ? ഇമേജിംഗ് ടെക്നോളജി. ഈ പറയുന്ന ഇമേജിംഗ് ടെക്നോളജീസ് വരുമ്പോ ഇവിടെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മുറിവുണ്ടാക്കിയിട്ടാണോ നമ്മൾ ഈ ഇമേജുകൾ എടുക്കുന്നത്? ആണോ? നിങ്ങൾക്ക് ഒരു എക്സ്റേ എടുക്കുമ്പോൾ മുറിവുണ്ടാവാറുണ്ടോ? ഒരു സ്കാനിങ് ചെയ്യുമ്പോൾ മുറിവുണ്ടാവാറുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഇവിടെ ഈ പറയുന്ന എല്ലാ ഇമേജിംഗ് ടെക്നോളജീസും നമുക്ക് ഇമേജുകൾ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ആവാം, ബോൺസിന്റെ ആവാം, അല്ലെങ്കിൽ ടിഷ്യൂസിന്റെ ആവാം, ഇതിന്റെയൊക്കെ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഭാഗങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്നവയാണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ് ഒരു പ്രത്യേകതയുള്ളത്? ഒരിക്കലും ആ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബോഡിയിൽ യാതൊരു വിധത്തിലുമുള്ള മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഇമേജുകളാണ് നമ്മൾ ഇവിടെ എടുക്കുക അല്ലെ? ആണോ? അല്ലെ? ഒരു മുറിവുണ്ടാക്കാതെ തന്നെ നമുക്ക് ഒരു വ്യക്തിയുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള ഭാഗങ്ങള് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്റേയെ കുറിച്ച് പഠിക്കാനുണ്ട്, അൾട്രാസ് എല്ലാം കുറച്ച് പഠിക്കാനുണ്ട്. ഒത്തിരി ലാർജ് ആയിട്ടൊന്നും പഠിക്കാനില്ല. എക്സ്റേ എന്താണ്, അൾട്രാസൗണ്ട് എന്താണ്, CT സ്കാൻ നമ്മളൊക്കെ ചിലവർക്കൊക്കെ അത് ചെയ്ത് കാണും അല്ലെ? CT സ്കാൻ ചെയ്തവരുണ്ടാവും, MRI ചെയ്തവരുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ചെയ്യണമെന്നില്ല, എന്നാൽ പോലും ചില ആളുകൾക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒക്കെ ചെയ്ത് നമുക്ക് പരിചയം ഉണ്ടാവും ഇല്ലേ? ആ മെഷീൻസ് ഒക്കെ ഒന്ന് ഓർക്കാൻ പറ്റുന്നില്ലേ? അല്ലെ? പിക്ചറിലും കണ്ടു കാണുമല്ലോ നിങ്ങൾ അല്ലെ? കണ്ടിട്ടുണ്ടോ? എന്താണ് അത് റിപ്ലൈ ചെയ്യാത്തെ?
ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത്. MRI ചെയ്തവരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ, ചിലപ്പോൾ CT സ്കാൻ, ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഒക്കെ ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് നമുക്ക് കേൾക്കുകയാണ് അല്ലെ. അതൊക്കെ തന്നെ നമുക്ക് ഇവിടെയും കുറച്ച് എന്താണ് ആപ്ലിക്കബിൾ ആക്കാം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. നോക്കി, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗം എന്താണ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, എന്താണ് അതിന്റെ പ്രത്യേകത അല്ലെ. നോക്കി, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഹോസ്പിറ്റൽ. ഏതൊരു ഹോസ്പിറ്റലിലെയും ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു അത്യാവശ്യമായ ഒരു ഭാഗമാണ് ശരിക്കും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. കാരണം എന്താ, ഇപ്പൊ നമ്മളൊന്ന് വീണു എന്ന് വിചാരിക്കാം. ചിലപ്പോ ഇപ്പൊ എന്താണ് വെക്കേഷൻ ഒക്കെ വരാൻ പോകുന്നത് അല്ലെ. കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അല്ലെ. വെക്കേഷൻ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മരത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി കളി കഴിഞ്ഞിട്ട് വീണിട്ട് എന്ത് ചെയ്യും, ഒന്ന് വീണു എന്ന് വിചാരിക്കാം. വീണ് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വേദന കൂടുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും അല്ലെ. ഡോക്ടറെ അടുത്ത് പോയി കഴിയുമ്പോ ഡോക്ടർ എന്താ പറയാ, എന്താണ് ഒരു വീണ് നമ്മുടെ എല്ലിനൊക്കെ വേദന ഉണ്ടെങ്കിലും കൈക്കോ കാലിനോ ഒക്കെ നല്ല വേദന ഉണ്ടെങ്കിൽ ഡോക്ടർ ആദ്യം എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആണോ ചെയ്യുന്നത്? ആണോ? അല്ല, എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും അല്ലെ. എക്സ്റേ എടുത്തിട്ട് വന്ന് എക്സ്റേയുടെ റിസൾട്ട് നോക്കിയതിന് ശേഷമാണ് മരുന്ന് അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും നമുക്ക് ഈ ഒരു ഇമേജിംഗ് ടെക്നോളജീസ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിലെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു അത്യാവശ്യ ഭാഗമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. റേഡിയോളജി ഈസ് റിഗാർഡഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. ഇനി എന്താണ് ഒരു റേഡിയോളജി? ഈസ് റിഗാർഡഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് radiant energy in the diagnosis and treatment of diseases by using imaging technologies. എന്താ ഇവിടെ ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഭാഗങ്ങളെ വിഷ്വലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ദൃശ്യവൽക്കരിക്കുന്ന ഇങ്ങനെയുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ പലതരത്തിലുള്ള രോഗനിർണയങ്ങൾ നടത്തുന്നു അല്ലെ. നമ്മൾ എക്സ്റേ എടുക്കുന്നത് രോഗം നിർണയിക്കാൻ വേണ്ടിയല്ലേ, എന്ത് രോഗമാണ് അല്ലെങ്കിൽ നമ്മുടെ ബോണിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നിർണയിക്കാൻ ആ രോഗനിർണയത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ഉണ്ട് അല്ലെ. ആ ട്രീറ്റ്മെന്റിന് വേണ്ടിയുമാണ്. ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഒന്ന് ഡയഗ്നോസിസ്, രോഗനിർണയം. രണ്ടാമത്തത് എന്താണ്, ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്, ആ രോഗത്തിനുള്ള ചികിത്സ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നൽകുക. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് റേഡിയന്റ് എനർജിയും അതുപോലെ തന്നെ ഇമേജിംഗ് ടെക്നോളജീസും യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനൽ ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. റേഡിയോളജി ഈസ് റിഗാർഡഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. മെഡിസിന്റെ ഒരു ബ്രാഞ്ച് ആണ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിലെ ഒരു ശാഖയാണ് റേഡിയോളജി എന്ന് പറയുന്നത്. ദാറ്റ് ഡീൽസ് വിത്ത് റേഡിയന്റ് എനർജി. റേഡിയന്റ് എനർജി അല്ലെങ്കിൽ റേഡിയേഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. കേട്ടിട്ടില്ലേ? റേഡിയേഷൻസ് ആണ് വരുന്നത്. കേട്ടിട്ടുണ്ടോ? റേഡിയേഷൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. നമുക്ക് കേട്ട് കാണുമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റേഡിയന്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു രോഗത്തെ കുറിച്ച് രോഗനിർണയം നടത്താൻ സാധിക്കും അല്ലെങ്കിൽ രോഗത്തിന്റെ ട്രീറ്റ്മെന്റുകൾ എടുക്കാനും സാധിക്കുന്ന എന്തുപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇമേജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു മെഡിസിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് റേഡിയോളജി. ഇനി എന്താണ് ഒരു മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറയുന്നത്? മെഡിക്കൽ പരമായിട്ട് ഒരു ഇമേജ് എടുക്കുക അല്ലെങ്കിൽ ഒരു ചിത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? Is a visualization of body parts, tissues or organs for use in medical diagnosis, treatment and disease monitoring. അപ്പോ മെഡിക്കൽ പരമായിട്ട് നമ്മൾ ഒരു ഇമേജ് എടുക്കുക അല്ലെങ്കിൽ ചിത്രം എടുക്കുക എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊരു വിഷ്വലൈസേഷൻ ആണ്, ദൃശ്യവൽക്കരണമാണ്. എന്തിന്റെ ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ എന്തിന്റെ വിഷ്വലൈസേഷൻ ആണ്? ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ബോഡി പാർട്സ് അല്ലെ, ശാരീരിക ഭാഗങ്ങളാവാം, ടിഷ്യൂസ് ആവാം, ഓർഗൻസ് അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ
അവയവങ്ങളാവാം. ഇതിന്റെയൊക്കെ എന്ത് ചെയ്യുന്നു, ദൃശ്യവൽക്കരിക്കുകയാണ് അല്ലെ, ചിത്രങ്ങളിലൂടെ നമുക്കത് കാണിച്ചു തരികയാണ് ചെയ്യുക അല്ലെ. ഫോർ യൂസ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദൃശ്യവൽക്കരണം നടത്തുന്നത്? ആ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ആ വന്നിരിക്കുന്ന വ്യക്തിയുടെ എന്തെങ്കിലും രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാവും, അല്ലെങ്കിലോ ആ രോഗത്തെ കുറിച്ച് നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാവും അല്ലെ. കുറെ എക്സ്റേ എടുത്ത് നോക്കി, അപ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലായി അവിടെ എന്താണ് ഫ്രാക്ചർ ഉണ്ട് എന്ന് മനസ്സിലായി. ഡോക്ടർ പ്ലാസ്റ്റർ ഇടും അല്ലെ, പ്ലാസ്റ്റർ ഇടാറില്ലേ, ചെയ്യാറുണ്ടോ? പ്ലാസ്റ്റർ ഇടും. ഇനി പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിയുമ്പോൾ നമ്മളോട് വരാൻ പറയും, പറയാറില്ലേ? പ്ലാസ്റ്റർ വെട്ടാൻ ഇന്ന ദിവസം വരണം. ഇപ്പൊ ചിലപ്പോ 1 മാസമായിരിക്കാം, 1.5 മാസമായിരിക്കാം, അത് ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച്. പ്ലാസ്റ്റർ വെട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴും അവരെന്ത് ചെയ്യാറുണ്ട്? എക്സ്റേ എടുത്ത് നോക്കാറില്ലേ? രണ്ടാമത് നോക്കാറുണ്ടോ? ഉണ്ട്. എന്തിനു വേണ്ടിയാണ്? മോണിറ്ററിംഗ് ആണ്. അതായത് നമ്മൾ ഈ ചെയ്ത കാര്യം എഫക്റ്റീവ് ആയോ അല്ലെ, ആ ആളുടെ ആ ബോൺസ് ഹീലായോ, ഇപ്പൊ ഓക്കെ ആണോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആയില്ലെങ്കിലോ, കറക്റ്റ് ആയില്ലെങ്കിൽ എന്താ പറ്റുക, എന്താ ചെയ്യാ? കറക്റ്റ് ആയില്ലെങ്കിൽ, കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെയും കുറച്ച് ദിവസം കൂടി ആ പ്രൊസീജിയർ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. കുറച്ച് ദിവസം കൂടി ഇതേപോലെ തന്നെ കണ്ടീഷനിൽ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഡിസീസ് മോണിറ്ററിങ്, ഒരു രോഗം വന്നാൽ അതിനെ നിരീക്ഷിക്കാനും നമുക്ക് ഈ ഒരു ഇമേജിംഗ് ടെക്നോളജീസ് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഇമേജിംഗ് വളരെ സഹായകമാകുന്നുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ നമ്മൾ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി എന്താണ് ഒരു റേഡിയോളജി എന്ന് പറഞ്ഞാല്? മെഡിസിനിലുള്ള ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ് അല്ലെ. മെഡിസിൻ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. ഇതിൽ എന്താണ്? റേഡിയന്റ് എനർജീസ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ എന്താണ് രോഗനിർണയം നടത്താൻ സാധിക്കും, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് എങ്ങനത്തെ ടെക്നോളജിയാ? ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഒരു മെഡിക്കൽ ടേമില് ഇമേജിംഗ് എന്ന് പറയുന്നത് എന്താ? ഒരു മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിഷ്വലൈസേഷൻ ആണ്, അല്ലെങ്കിൽ ദൃശ്യവൽക്കരണമാണ്. അതൊരു വ്യക്തിയുടെ ശാരീരിക ഭാഗങ്ങളാവാം, ടിഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ഓർഗൻസ് അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളാവാം. ഇതൊക്കെ ആ വ്യക്തിക്ക് എന്തെങ്കിലും രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടോ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് നിരീക്ഷണങ്ങൾ നടത്താനോ ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ഭാഗം ഓക്കെ ആണോ? ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ടെക്നോളജീസ് അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നോളജീസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇമേജിംഗ് കമ്പോസേഴ്സ് ഓഫ് ദ ഫോളോയിങ്. ഏതൊക്കെ രീതിയിൽ 4 ടെക്നോളജീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തതാണ് എക്സ്റേ. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള 4 എണ്ണം നമുക്ക് പരിചയമുള്ളതാണ് അല്ലെ. എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI. ഈ 4 എണ്ണവും പഠിക്കാനുണ്ട്. വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളത്, മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എക്സാമിനും ഇതേ പോയിന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. എക്സ്റേ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, എക്സ്റേ എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അല്ലെ. ഒരു എക്സ്റേക്ക് നമുക്ക് ഒത്തിരി സമയം ചെലവാവാറുണ്ടോ? വെയിറ്റ് ചെയ്തിരിക്കാൻ ചിലപ്പോൾ കുറെ സമയം ചെലവാകുമായിരിക്കും, പക്ഷെ ആ പ്രൊസീജിയർ ചെയ്യാൻ അധികം സമയം ചെലവാവാറുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഒരു റാപ്പിഡ് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ്. മറ്റുള്ളവയെ അപേക്ഷിക്കുമ്പോൾ ഇതധികം സമയം എടുക്കാറില്ല എന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കാം. മറ്റുള്ളവരെ അപേക്ഷിക്കുമ്പോഴാണ് കേട്ടോ. അപ്പൊ അവിടെ നമ്മൾ എക്സ്റേ എന്ന് പറയുന്നത് റാപ്പിഡ് ആണ്, നമുക്ക് വേഗത്തിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ്. ആൻഡ് പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് അല്ലെ. വേദനരഹിതമായിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലേ. എക്സ്റേ എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും വേദന അനുഭവപ്പെടാറുണ്ടോ? ഇല്ല. നമ്മുടെ കണ്ടീഷൻ കൊണ്ട് നമുക്ക് വേദന അനുഭവപ്പെടാം. ഇപ്പൊ കൈ കുത്തി വീണോ അല്ലെങ്കിൽ കാലടിച്ച് വീണപ്പോ നമുക്ക് ആ ഒരു വേദന ഉണ്ടാവും. അല്ലാതെ എക്സ്റേ എടുക്കുന്നത് വഴി നമുക്കൊരു എന്താണ് പെയിനോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല. അപ്പൊ അതൊരു പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് അല്ലെ. വേദനരഹിതമായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. ദാറ്റ് ഈസ് ഡൺ ടു ക്രിയേറ്റ് ഇമേജസ് ഓഫ് ദ സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ ബോഡി, പെക്യുലർലി ദ ബോൺസ്. പ്രധാനമായിട്ടും നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഘടനയെ കുറിച്ചുള്ള ചിത്രം എടുക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ എക്സ്റേ എടുക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഏത് ഭാഗത്തെയാണ്? ബോൺസിന്റെ അല്ലെ. ആണോ? കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്
പ്രധാനമായിട്ടും പെക്യുലർ ആയിട്ട് എല്ലുകളുടെ അല്ലെങ്കിൽ ബോൺസിന്റെ ചിത്രം എടുക്കാനാണ് ഏറ്റവും കൂടുതൽ എക്സ്റേ ഉപയോഗപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇപ്പോഴും ചോദിക്കാറുണ്ട് പെക്യുലർലി ബോൺസ് എന്ന് എടുത്തു പറയാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും എടുത്തു പറയാറുണ്ട് പെക്യുലർലി ബോൺസിന്റെ അല്ലെങ്കിൽ എല്ലുകളുടെ ഒക്കെ ചിത്രം എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമേജിംഗ് ടെക്നോളജി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് അതിന്റെ ആൻസർ വരിക? ഏതാ വരിക? ഒന്ന് പറഞ്ഞ അതിന്റെ ആൻസർ മനസ്സിലായെങ്കിൽ പറയാൻ പറ്റും. എക്സ്റേ അല്ലെ? അപ്പൊ എക്സ്റേ എന്താ നമുക്കറിയാം അല്ലെ? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ്. നമുക്കൊരു പെയിൻ ഫ്രീ ആയിട്ടുള്ള വേദനരഹിതമായിട്ടുള്ള പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഘടനയെ കുറിച്ചുള്ള ചിത്രം നമുക്ക് ഇതുവഴി എടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും നമ്മള് ബോൺസ് അല്ലെങ്കിൽ നമ്മുടെ എല്ലുകളുടെ ചിത്രങ്ങളാണ് കൂടുതലും ഇത് ഉപയോഗിച്ച് നമ്മൾ എടുക്കാറ്. ഓക്കെ അല്ലേ? എക്സ്റേ ഇനി പറയണ്ടല്ലോ. ക്ലിയർ അല്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തതാണ് അൾട്രാസൗണ്ട്. ചെയ്തിട്ടുണ്ടോ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ? ചെയ്തിട്ടുണ്ടോ? പ്രഗ്നൻസി ടൈമിൽ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അവിടുത്തെ പ്രത്യേകത? അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോ എന്താണ് അവിടുത്തെ പ്രത്യേകത? എങ്ങനെയാണ് അത് ചെയ്യാം? അതൊന്നും നിങ്ങൾ പറഞ്ഞേ. എങ്ങനെയാണ് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? നമ്മുടെ വയറിന്റെ ഭാഗത്താണ് ചെയ്യുക അല്ലെ? അല്ലേ? എന്താണ് റിപ്ലൈ ചെയ്യാതെ? സ്റ്റൊമക്കിന്റെ ഭാഗത്താണ് ചെയ്യുക. ഇനി അങ്ങനെ വെറുതെ അങ്ങ് ചെയ്യാണോ ചെയ്യുന്നത്? ആ സ്റ്റൊമക്കിന്റെ ഭാഗത്ത് എന്തെങ്കിലും പുരട്ടാറുണ്ടോ? എന്താണ് പുരട്ട? ജെല്ല് പുരട്ടും അല്ലെ? ജെല്ല് പുരട്ടിയതിന് ശേഷം അതിന് മുകളില് ഒരു സ്റ്റിക്ക് പോലത്തെ സാധനം കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മൂവ് ചെയ്യിക്കുക ചെയ്യുക അല്ലെ? അല്ലേ? ആണോ? അതെ. ആ സ്റ്റിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്നത്. എന്താണ്? ട്രാൻസ്ഡ്യൂസർ കേസ്. ഇവിടെ പറയുന്ന സമയത്ത് നിങ്ങളുടെ നോട്ടില് അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് തിരുത്തണം കേട്ടോ. അപ്പൊ മിസ് ഒന്ന് വായിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേ, അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ് ഇതിലൂടെ കടത്തിവിടുന്നത്. ഇവിടെ റേഡിയേഷൻ അല്ല കടത്തിവിടുന്നത്. എന്താണ് കടത്തിവിടുന്നത്? ഹൈ ഫ്രീക്വൻസിയിലുള്ള ഉയർന്ന തരംഗത്തിലുള്ള സൗണ്ട് വേവുകളാണ് കടത്തിവിടുന്നത്. ആൻഡ് മേക്ക് ഇമേജസ് ഓഫ് സോഫ്റ്റ് ടിഷ്യൂസ് ആൻഡ് ഇന്റേണൽ ഓർഗൻസ്. നമ്മുടെ ബോഡിയിലെ ആന്തരിക അവയവങ്ങളുടെയും സോഫ്റ്റ് ടിഷ്യൂസിന്റെയൊക്കെ ഇമേജുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മൾ കടത്തിവിടുന്നത് എന്താണ്? ഹൈ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവുകളാണ്. ദെൻ നോൺ ഇൻവേഴ്സീവ് പ്രൊസീജിയർ ആണ്. എന്താണ് ഒരു ഇൻവേഴ്സീവ് ആൻഡ് നോൺ ഇൻവേഴ്സീവ് എന്ന് പറഞ്ഞാൽ? ഇൻവേഴ്സീവ് എന്ന് പറയുമ്പോൾ മുറിവുണ്ടാക്കുന്ന പ്രൊസീജിയർ എന്നാണ് മനസ്സിലാക്കുക. നോൺ ഇൻവേഴ്സീവ് ആകുമ്പോഴോ മുറിവുണ്ടാക്കാത്ത പ്രൊസീജിയർ ആണ് അല്ലെ? ഇപ്പൊ ഇവിടെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടാവുന്നുണ്ടോ? മുറിവുണ്ടാവോ? ഇല്ല അല്ലെ? നോൺ ഇൻവേഴ്സീവ് ആണ്, മുറിവുണ്ടാവാത്ത പ്രൊസീജിയർ ആണ് കേട്ടോ. ആൻഡ് സേഫ് ടു ഒബ്സർവ് ഫീറ്റേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സേഫ് ടു ഒബ്സർവ് ഫീറ്റേഴ്സ്. ഫീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രൂണം അല്ലെ? അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലുള്ള ശിശു എന്ന് നമുക്ക് പറയാം. ഗർഭസ്ഥ ശിശുവിനെ അല്ലെങ്കിൽ നമ്മുടെ ഭ്രൂണത്തെ വളരെ സേഫ് ആയിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ അമ്മമാർക്കും ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഒരു പ്രാവശ്യമായിരിക്കും ചെയ്യുന്നത് അല്ല, ഒത്തിരി പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഈ ഒരു ഫീച്ചർ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് തന്നെ നമ്മൾ അതിൽ ചൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഈ മെത്തേഡ് തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത്? അതിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? വളരെ സേഫ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്തായിരിക്കാം വളരെ സേഫ് ആണെന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് ഞാൻ കിട്ടും. ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട്. എന്തായിരിക്കാം സേഫ് ആണെന്ന് പറയുന്നേ? ഇവിടെ എന്തെങ്കിലും റേഡിയേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? റേഡിയേഷൻ ഇല്ല. അതാണ് സേഫ് ആണെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടാ. റേഡിയേഷന് പകരം നമ്മൾ
ഹൈ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഹൈ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇമേജുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സൗണ്ട് വേവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഫീറ്റസിനോ അല്ലെങ്കിൽ ആ അമ്മയ്ക്കോ യാതൊരുവിധ ദോഷവും അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് അത് സേഫ് ആയിട്ടുള്ളൊരു ഫീറ്റസിനെ ഈ ഭ്രൂണത്തിനെ നിരീക്ഷിക്കാനായിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ യാതൊരുവിധ മുറിവുകളോ ആ ഒരു അവരുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നില്ല. ഇനി നെക്സ്റ്റ് നിങ്ങൾ ട്രാൻസ്ഡ്യൂസർ കേസ് നിങ്ങളുടെ ഒരു സ്പെല്ലിംഗ് കൃത്യമായിട്ടാണോ കിടക്കുന്നത്? ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് തന്നെയാണോ കിടക്കുന്നത്? അപ്പൊ ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാല് over the skin with conducting gel. നമ്മുടെ ട്രാൻസ്ഡ്യൂസർ കേസ് നിങ്ങൾ സ്കാൻ ചെയ്തവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ സ്റ്റിക്ക് പോലെ, അതായത് ജെല്ലിന്റെ മുകളിൽ കൂടെ നമ്മുടെ സ്റ്റിക്ക് പോലെയുള്ള ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അല്ലെ. ആ ഒരു സ്റ്റിക്കിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും എന്താണ്? അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ ആണ് അല്ലെ. ആ മെഷീൻ വെച്ചുകൊണ്ടല്ലേ നമ്മൾ ഓരോ ഇമേജുകള് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത് അല്ലെ. മറ്റെന്തെങ്കിലും മെഷീൻസ് അതുമായി ബന്ധപ്പെട്ട ഈ സ്റ്റിക്കുമായിട്ട് മറ്റ് മോണിറ്റേഴ്സ് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ പോലും നമ്മുടെ ബോഡിയിലേക്ക് ഒരു ടച്ച് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ സ്റ്റിക്ക് വഴിയല്ലേ. സ്പെല്ലിംഗ് പറയണോ? ട്രാൻസ് TRANS ട്രാൻസ് TRANS ട്രാൻസ്ഡ്യൂസർ TUCER ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാൽ CASC കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ. ഈ ട്രാൻസ്ഡ്യൂസർ കേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ അൾട്രാസൗണ്ടിക് മെഷീൻസ് ആണ് അല്ലെ. അൾട്രാസൗണ്ട് മെഷീൻ ആണ്. ഈ മെഷീനിന്റെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ബോഡിയിലേക്ക് കൊടുക്കുന്നത്. തിരിച്ചവിടെ നിന്ന് വരുന്ന റിഫ്ലക്ട് ചെയ്ത് വരുന്ന സൗണ്ട് വേവ്സ് ഇത് എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്തെടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ട് ഓവർ സ്കിൻ വിത്ത് എ കണ്ടക്ടിങ് ജെല്ല്. ഒരു ജെല്ലിന്റെ പുറത്തുകൂടി ആ ജെല്ലിന്റെയും കൂടി ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഡ്യൂസർ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യിക്കുന്നത്. ക്ലിയർ ആണോ? അൾട്രാസൗണ്ട് സ്കാനിങ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് CT സ്കാൻ. കേട്ടിട്ടുണ്ടാവുമല്ലോ CT സ്കാൻ. ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും CT സ്കാൻ? ചെയ്തിട്ടുണ്ട്. ആശ്രമി ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ കുറച്ചു പേർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ CT സ്കാനിന്റെ പ്രത്യേകത എന്താ? CT എന്നതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. CT സ്കാൻ നോൺ ഇൻ ദ നെയിം ഓഫ് ആസ് എ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് CT സ്കാൻ അല്ലെങ്കിൽ CT എന്നതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ are mix of computer process blend of many X-ray measurements and taken from different angles. Taken തന്നെയല്ലേ നിങ്ങൾ അവിടെ കിടക്കുക? taken from തന്നെയല്ലേ? Okay, taken from different angles to generate cross-sectional images of specific areas of the object, allowing the user to see inside the object without cutting. ഇവിടെ CT സ്കാനിന്റെ പ്രത്യേകത, CT എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് ഫോം എന്താ പറഞ്ഞേ? കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ്. ഇതില് നമ്മൾ ഇവിടെയും ഇമേജുകളാണ് എടുക്കുന്നത്. എങ്ങനെയുള്ള ഇമേജുകളാ? അതായത് ഇവിടെയും എക്സ്റേ മെഷർമെന്റുകൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ വ്യത്യാസം എന്താന്ന് വെച്ചാൽ എക്സ്റേ ആവുമ്പോൾ നമ്മൾ ഒരൊറ്റ ആംഗിളിൽ നിന്നുള്ള പിക്ചർ ആയിരിക്കും എടുക്കുക അല്ലെ. അതേസമയം CT സ്കാനില് എക്സ്റേ മെഷർമെന്റ്സ്, അതായത് പല ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് എടുത്തിട്ടുള്ള എക്സ്റേ മെഷർമെന്റുകളെ കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്തെടുക്കുന്നതിനെയാണ്. ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ട്. എവിടെയാണുള്ളത്? ഇതിലാകെ വ്യത്യാസം വരുന്നത് മിസ് പറയാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇതിലാകെ വ്യത്യാസം വരുന്നത് മെനി എക്സ്റേ മെഷർമെന്റ്സ് കണ്ടോ? മെനി എക്സ്റേ മെഷർമെന്റ് കണ്ടോ? അത് കഴിഞ്ഞിട്ട് ടേക്കൺ ഫ്രം നാക്കാട്ടോ.
taken from different angles to generate cross-sectional images of specific areas of a object. Clear ആയോ? ഓക്കെ. അപ്പൊ മിസ് ഇതിലുള്ളത് പറയുന്നുണ്ട്. ചിലരുടെ ടെക്സ്റ്റിൽ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? എല്ലാവരുടെയും ഇല്ലാന്ന് തോന്നുന്നു. ചിലരുടെ മാത്രം ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ, ശരി ശരി. പറയുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ട്ടാ. മിസ് പറയുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ മിസ് അത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഒന്ന് തിരുത്തി വെച്ചാൽ മതി ട്ടാ. ഓക്കെ. അപ്പൊ നോക്കിയേ, CT സ്കാനിന്റെ പ്രത്യേകത എന്താണ്? ഒരു കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ബ്ലെൻഡ് ആണ്. ഇവിടെ നമുക്ക് ഒരൊറ്റ എക്സ്റേ മെഷർമെന്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഒറ്റ ആംഗിളിൽ നിന്നുള്ള മെഷർമെന്റ് മാത്രമല്ല എടുക്കുന്നത്. നമ്മൾ പല ആംഗിളിൽ നിന്നുള്ള എക്സ്റേ മെഷർമെന്റുകൾ എടുത്ത് അത് കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്ത് ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ പോലെ അല്ലെങ്കിൽ ഒരു ക്രോസ് സെക്ഷണൽ ഇമേജുകളാകും. ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ആയിരിക്കും. നമുക്കൊരു നമ്മുടെ കയ്യിലെ ബോൺസിന്റെയാണ് നമുക്ക് പിക്ചർ വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എവിടെയാണോ നമുക്ക് പിക്ചർ വേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിനെ പല ആംഗിളിൽ നിന്ന് എടുത്തുകൊണ്ട് അല്ലെ, പല ആംഗിളിൽ നിന്ന് പല രീതിയിൽ എക്സ്റേ മെഷർമെന്റുകൾ എടുത്ത് അതിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന റിസൾട്ട് ആണ് ശരിക്കും CT സ്കാൻ വഴി നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലാണ് അല്ലെ. നമുക്ക് എക്സ്റേയിൽ പലത് കണ്ടുപിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്കൊരു CT സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ കാരണവും ഇതാണ്. ഒറ്റ ആംഗിളിൽ നിന്ന് മാത്രമല്ല എടുക്കുന്നത്, പല ആംഗിളിൽ നിന്ന് എടുത്തു വരുന്ന ആ ഒരേ ഇമേജ്, ഒരേ കാര്യത്തെ കുറിച്ചുള്ള പല ആംഗിളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമേജുകളാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് പ്രോസസ് ചെയ്ത് കൃത്യമായ റിസൾട്ട് നമുക്ക് തരുന്നു. അതുകൂടെ തന്നെ allowing the user to see inside the object without cutting. ഇവിടെയും ആ വ്യക്തിയെ നമുക്കൊരു മുറിവോ കാര്യങ്ങളോ ഉണ്ടാക്കാതെ അവരുടെ ബോഡിയുടെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ നമുക്ക് ഇമേജുകൾ അല്ലെങ്കിൽ ചിത്രങ്ങളാക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ CT സ്കാനിന്റെ പ്രത്യേകത എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നാമത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി അല്ലെങ്കിൽ CT എന്നതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ്. രണ്ടാമത് പറയുന്നത് പല എക്സ്റേ മെഷർമെന്റ്, പല ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള ഒരു സെയിം ഒബ്ജക്റ്റിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. ഒരു സെയിം ഒബ്ജക്റ്റിന്റെ പല ഡിഫറെന്റ് ആംഗിളിൽ നിന്നുള്ള എക്സ്റേ മെഷർമെന്റുകൾ കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നത് ഏത് ഇമേജിംഗ് ടെക്നോളജിയിലാണ്? ഏത് ഇമേജിംഗ് ടെക്നോളജിയിലാണ്? ഏതിലാ കിട്ടുന്നത് നമുക്ക്? എന്താണ് ഒരു റിപ്ലൈ തരാത്തത്? CT സ്കാൻ അല്ലെ, CT സ്കാനിലാണ്. ഓക്കെ ആണോ? CT സ്കാൻ ക്ലിയർ ആണോ? ഇനി പറയണോ അത്? ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് MRI. അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെ. MRIയുടെ എക്സ്പാൻഡ് ഫോം ഒന്ന് എഴുതി വെച്ചോട്ടോ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. Magnetic resonance imaging. Magnetic resonance imaging. Magnetic resonance imaging. എഴുതിയോ? ഓക്കെ. അപ്പൊ നോക്കിയേ, MRI സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിരിക്കും. അതോടൊപ്പം തന്നെ റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ട് ആർ യൂസ് ടു വ്യൂ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് 3 ഡയമെൻഷണൽ ഇമേജസ്. ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഇമേജുകള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ആ ബോഡിയുടെ ഉള്ളിലെ സ്ട്രക്ചേഴ്സിനെ, വിവിധ ഘടകങ്ങളെ നമുക്ക് കൃത്യമായിട്ടൊരു 3 ഡയമെൻഷണൽ ഇമേജ് പോലെ നമുക്ക് കിട്ടാൻ സഹായിക്കുന്ന, അവിടെ എന്ത്
എന്തുപയോഗിച്ചിട്ടുണ്ടാവും? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത് അവിടെ റേഡിയോ വേവ്സും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ബോഡിയുടെ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഘടനകളെ കുറിച്ചുള്ള ഒരു 3 ഡയമെൻഷണൽ ഇമേജ് അല്ലെങ്കിൽ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് MRI എന്ന് പറയുന്നത്. ആൻഡ് ഷോസ് ബ്ലഡ് ക്ലോട്ട്. അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഈ MRIയിലൂടെ കണ്ടെത്താൻ പറ്റും. ഒരു ബ്ലഡ് ക്ലോട്ട് ഡാമേജ് ഉണ്ടാകും വിചാരിക്കും, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഭാഗത്ത് ബ്ലഡ് ക്ലോട്ട് ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ടോൺ ലിഗമെന്റ്സും ടെൻഡൻസും ഒക്കെ കേട്ടിട്ടുണ്ടോ? സന്ധികള്, സ്നായുക്കള് കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ലിഗമെന്റ്സ് അല്ലെങ്കിൽ ടെൻഡൻസിനൊക്കെ എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ പൊട്ടലുകളോ ഒക്കെ ഉണ്ടാകുന്നത് വളരെ ചെറിയ ഭാഗമാണ് അല്ലെ, മൈന്യൂട്ട് ആയിട്ടുള്ള. അപ്പൊ അതൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ നമുക്കൊരു എക്സ്റേ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള മെത്തേഡ് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള MRI ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അതർ ടിഷ്യൂ അബ്നോർമാലിറ്റി ഇൻവേഴ്സ്, അതായത് എന്തെങ്കിലും മുറിവുകളിലൂടെ എന്തെങ്കിലും ടിഷ്യൂസിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ പരിക്കുകളോ കാര്യങ്ങളോ ഒക്കെ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയും ആ ബോഡിയിലുള്ള അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് കാര്യങ്ങൾ വരെയും നമുക്കൊരു 3 ഡയമെൻഷണൽ ഇമേജ് ആയിട്ട് MRI എടുക്കുന്നത് വഴി കിട്ടുന്നുണ്ട്. ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് റേഡിയോ വേവ്സും ഉണ്ട് കേട്ടോ. കോശങ്ങൾ കേട്ടിട്ടുണ്ടോ? സെൽസ്, കോശങ്ങള്, ടിഷ്യൂസ് നമ്മൾ പഠിച്ചിട്ടില്ലേ ചെറിയ ക്ലാസ്സുകളില്? കോശങ്ങൾ കൂടി ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാവുന്നു, പഠിച്ചിട്ടില്ലേ? അതെ കേട്ടാ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഓരോന്നിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട പോയിന്റ്സ് പറയുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മാറിപ്പോവില്ല കേട്ടാ. ഓക്കെ ആണോ? ഒരു 4 എണ്ണം ക്ലിയർ ആണോ? ഓക്കെ, CT സ്കാൻ ഒന്നുകൂടി പറയില്ലെന്നാണോ പറഞ്ഞത്? CT സ്കാനിന്റെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. CT സ്കാനിന്റെ പ്രത്യേകത കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്നാണ് അറിയപ്പെടുന്നത്. എക്സ്പാൻഡ് ചെയ്ത് പറയുമ്പോൾ അതാ നമുക്ക് പറയാം. ഇനി ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ എക്സ്റേ എടുക്കില്ലേ, അതേപോലത്തെ പ്രൊസീജിയർ തന്നെയാണ് CT സ്കാനിലും എടുക്കുക. എന്നാൽ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്റേ ആവുമ്പോൾ നമ്മൾ ഒരൊറ്റ ആംഗിളിൽ നിന്നുള്ള ഇമേജ് ആയിരിക്കും എടുക്കുന്നത്. എന്നാൽ CT സ്കാനിലാകുമ്പോൾ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച്, ഇപ്പൊ നമ്മുടെ കൈയുടെ ബോൺസിന്റെ പിക്ചർ ആണ് എടുക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ഇമേജ് ആണ് കിട്ടേണ്ടതെങ്കിൽ അതിന്റെ പല ആംഗിളിൽ നിന്ന് എടുക്കുന്ന എക്സ്റേ ഇമേജുകൾ വെച്ച് നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോസസ് ചെയ്താണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ക്ലിയർ ആണോ? അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു മുറിവോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല. ഓക്കെ ആണോ CT സ്കാൻ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് ഓരോ വർക്കിനനുസരിച്ച് ആ ഡിപ്പാർട്ട്മെന്റിലെ വർക്കുകൾക്കനുസരിച്ച് 3 ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനെ തിരിച്ചിട്ടുണ്ട്. ആ 3 ഡിഫറെന്റ് ഏരിയാസ് ആണ് നമ്മൾ പഠിക്കുന്നത്. റേഡിയോളജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 ഡിഫറെന്റ് ഏരിയാസ്. ഏതൊക്കെയാണ് 3 ഡിഫറെന്റ് ഏരിയാസ് നോക്കിയേ? ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, റേഡിയേഷൻ ഓങ്കോളജി. എന്തിന്റെ ബേസിസിലാണ്? അവർ ചെയ്യുന്ന വർക്കിന്റെ ബേസിസിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനെ 3 ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തത് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി, രണ്ടാമത്തത് ഇന്റർവെൻഷണൽ റേഡിയോളജി, മൂന്നാമത്തത് റേഡിയേഷൻ ഓങ്കോളജി. അത് 3ലും അവിടുത്തെ വർക്കിലെ വ്യത്യാസങ്ങളുണ്ട്, പ്രവർത്തനങ്ങളിലെ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയിൽ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കാം? ആ പേര് രോഗനിവാരണം അല്ലെങ്കിൽ രോഗം എന്താണെന്ന് കണ്ടെത്തുക അല്ലെ, ഡയഗ്നോസ് ചെയ്യാണ് ചെയ്യുന്നത്, രോഗനിർണയം നടത്തുകയാണ് ചെയ്യുക അല്ലെ. ആ ഒരു വർക്ക് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. നോക്കിയേ, റേഡിയോളജിസ്റ്റ് എംപ്ലോയ് ഇമേജിംഗ് ടെക്നിക്സ് ലൈക്ക് എക്സ്റേ, അൾട്രാസൗണ്ട്, CT scan and MRI scans to identify disorders throughout the body. ഇവിടെ റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് റേഡിയോളജിസ്റ്റ്? നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അവരുടെ ഡോക്ടർ ഉണ്ടാവില്ലേ? ഉണ്ടോ? സ്കാൻ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും കൂടുതൽ നിങ്ങൾ കണ്ടിരിക്കുക അല്ലെ.
ചെയ്യുന്ന ഡോക്ടർ ഇല്ലേ? ശരിക്കും അതൊരു മെഡിക്കൽ ഡോക്ടർ തന്നെയാണ്, പക്ഷെ ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കും കേട്ടോ. റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ടെക്നിക്കുകളിൽ ടെക്നോളജീസിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു? അവരെന്താ ചെയ്യുന്നത്? എംപ്ലോയ് ഇമേജിംഗ് ടെക്നിക്സ് അല്ലെ, ഇമേജിംഗ് ടെക്നിക്സ് ആയിട്ടുള്ള എക്സ്റേ, ദെൻ അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI സ്കാൻ മുതലായവയൊക്കെ അങ്ങനെയുള്ള ഇമേജിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ടു ഐഡന്റിഫൈ ഡിസോർഡേഴ്സ് ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ഉടനീളം ഉള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സോ വൈകല്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയാണ് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് റേഡിയോളജി വിഭാഗത്തിൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? റേഡിയോളജിസ്റ്റുകള് എന്ത് ചെയ്യുന്നു? എക്സ്റേ, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI മുതലായിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഓരോ പേഷ്യന്റിന്റെയും ബോഡിയിലുടനീളം എന്തെങ്കിലും വൈകല്യങ്ങളോ ഡിസോർഡേഴ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുന്ന ഏരിയയാണ് ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് അവിടെ രോഗം നിർണ്ണയിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എടുക്കുന്നില്ല. ജസ്റ്റ് ഇന്ന രോഗമുണ്ട് എന്ന് മനസ്സിലാക്കുക മാത്രം, കണ്ടെത്തുക മാത്രമേ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റേഡിയോളജി ദാറ്റ് ഫോക്കസ് ഓൺ ദ യൂസിങ് മിനിമലി ഇൻവേസീവ് ഇന്റർവെൻഷണൽ ടെക്നിക്സ് ദാറ്റ് ഇസ് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് പേഷ്യൻസ്. അപ്പൊ ഇവിടെ നമുക്കൊരു ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാക്കി, അതായത് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, വലിയ രീതിയിലുള്ള സർജറിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ പോലും ചെറിയ രീതിയിലുള്ള ഒരു മിനിമലി ഇൻവസീവ്, വളരെ ചെറിയ രീതിയിലുള്ളൊരു മുറിവുണ്ടാക്കി നമ്മൾ ആ വരുന്ന പേഷ്യൻസിന്റെ രോഗനിർണയം നടത്തുന്നുണ്ട്, അതുപോലെ അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റുകളും നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയുടെ ഒരു പ്രത്യേകത, ഇവിടെ നമ്മള് ഡയഗ്നോസിസും അതോടൊപ്പം തന്നെ എന്തും കൊടുക്കുന്നുണ്ട്? ഡയഗ്നോസിസ് മാത്രമാണോ കൊടുക്കുന്നേ? അതോടൊപ്പം എന്തും കൂടി കൊടുക്കുന്നുണ്ട്? എന്തുകൂടി കൊടുക്കുന്നേ? ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുന്നുണ്ട് അല്ലെ? ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വലിയ രീതിയിലുള്ള സർജറി പോലെയുള്ള ട്രീറ്റ്മെന്റ് ഒന്നുമല്ല, വളരെ ചെറിയ മുറിവുണ്ടാക്കിക്കൊണ്ടുള്ള ചെറിയ ചെറിയ ട്രീറ്റ്മെന്റുകളും ഇതിന്റെ ഭാഗമായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിളുകൾ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്ന കുറച്ച് ട്രീറ്റ്മെന്റുകൾ നമുക്ക് താഴെ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇൻക്ലൂഡ്, ഒന്നാമത്തത്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പേരുകൾ ചോദിക്കാം. അപ്പൊ അത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തൊന്നും ചോദിക്കില്ല. അപ്പൊ അവിടെ ഫസ്റ്റ് പോയിന്റും അതുപോലെ ലാസ്റ്റ് പോയിന്റും അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ഡാഷ്. എന്താണ്? ആൻജിയോഗ്രഫി. കേട്ട് കാണും നിങ്ങൾ, ആൻജിയോഗ്രഫി ചെയ്യുക, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ എന്താണ് ഒരു ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ? അതെ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. എന്താണ് ഒരു ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ? ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറയാറുണ്ട് കേട്ടോ. ഇവിടെ ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ്, ചിത്രം എടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിന്റെ ചിത്രം? അതെ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരും അല്ലെങ്കിൽ ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? എന്താണ് അവിടെ ചെയ്യാം? ചിത്രം എടുക്കുന്നു. എന്തിന്റെ ചിത്രമാണ് അവിടെ എടുക്കുന്നത്? എന്തിന്റെ ചിത്രമായിരിക്കും അവിടെ എടുക്കുക? അവിടെ തന്നെ ആൻസർ ഉണ്ടല്ലോ, ബ്ലോക്ക് അല്ല, ബ്ലഡ് വെസൽസിന്റെ അല്ലെ, ബ്ലഡ് വെസൽസിന്റെ അല്ലെങ്കിൽ രക്തധമനികളുടെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഇമേജ് അല്ലെങ്കിൽ ചിത്രം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് ആൻജിയോഗ്രഫി അല്ലെങ്കിൽ ആൻജിയോഗ്രാം എന്ന് പറയുന്ന പ്രൊസീജിയർ. അപ്പൊ അങ്ങനെ ചിത്രം എടുക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുക അല്ലെ, എവിടെയാണ് നമുക്ക് ബ്ലോക്ക് ഉള്ളത് അല്ലെ. ചിത്രം എടുക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് ചിത്രം എടുക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് ചിത്രം എടുക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ അതിന്? എന്തെങ്കിലും എങ്ങനെ ചിത്രം എടുക്കാൻ പറ്റും? ചിത്രം എടുത്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസിനെയാണ് ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് എങ്ങനെ ഇതിന്റെ ഇമേജ് എടുക്കാൻ പറ്റും? എങ്ങനെ എടുക്കാൻ പറ്റും? അതൊന്നും ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ല, എന്നാലും നമ്മൾ മനസ്സിലാക്കി വെക്കണമല്ലോ. എങ്ങനെ നമുക്ക് ചിത്രം എടുക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ചെറിയ മുറിവുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും?
ആ ബ്ലഡ് വെസൽസിലൂടെ നമ്മൾ എന്താ കടത്തിവിടുക? എന്തെങ്കിലും സാധനം കടത്തിവിടോ? ക്യാമറാസ്. ശരിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള അല്ലെ ചെറിയ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബുകളാണ് കടത്തിവിടുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ബ്ലഡ് വെസൽസിലൂടെയൊക്കെ നമുക്ക് ചെറിയ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബുകൾ അനായാസമായിട്ട് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ കടന്നു പോകും. ആ പ്രത്യേകമായിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബുകളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. കേട്ടിട്ടുണ്ടോ അത്? ട്യൂബുകൾ അല്ലെങ്കിൽ കുഴലുകളെ വിളിക്കുന്ന പേര് കേട്ടിട്ടുണ്ടോ? കത്തീറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? കത്തീറ്റർ എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ? ഈ പറയുന്ന പ്ലാസ്റ്റിക് ട്യൂബ്സ് അല്ലെങ്കിൽ കുഴലുകളെ വിളിക്കുന്ന പേരാണ് കത്തീറ്ററുകൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഇതിനുള്ള ചെറിയ കുഴലുകൾ അല്ലെങ്കിൽ ട്യൂബുകൾ കത്തീറ്ററുകളാണ് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് വെസൽസിലൂടെ കടത്തിവിടുന്നതും. അങ്ങനെ ബ്ലഡ് വെസൽസിലൂടെ കടത്തിവിടുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് ഈ പോകുന്ന അതായത് കത്തീറ്റർ പോകുന്ന ഭാഗം കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ക്രീനിൽ മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ കാണാനും അതിനനുസരിച്ച് എവിടെയാണ് ബ്ലോക്ക് ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വളരെ ഒരുപാട് എലാബറേറ്റ് ചെയ്തൊന്നും പോകണ്ട. ജസ്റ്റ് എന്തുകൊണ്ടാണ് കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇമേജിങ് ചെയ്യുന്നത്. അതിനുവേണ്ടി ചെറിയ മുറിവുണ്ടാക്കി നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ കത്തീറ്ററുകൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് കുഴലുകളാണ് അത് കടത്തിവിടുകയും അതിന്റെ അറ്റത്ത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്യാമറാസിന്റെ സഹായം ഉണ്ടാവും. അതുപോലെ ചെറിയ നീഡിൽസ് കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ കുറച്ചുകൂടി എക്സ്ട്രാ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇമേജ് എടുക്കുന്നു. അതിലൂടെ നമുക്ക് ആ ബ്ലഡ് വെസൽസിലുള്ള ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? ആൻജിയോഗ്രഫി മനസ്സിലായോ? ഇവിടെ നമ്മൾ ചിത്രം എടുക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? രണ്ടാമത്തതാണ് ബയോപ്സി പ്രൊസീജിയർ. കേട്ടിട്ടുണ്ടോ ബയോപ്സി? കേട്ടു കാണുമല്ലോ ബയോപ്സി. അതെ, നമ്മുടെ ക്യാൻസറിനൊക്കെ വേണ്ടി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയില്ല, കൂടുതലും നമ്മൾ ബയോപ്സി എന്തിനു വേണ്ടിയാ ചെയ്യാം? ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണോ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ബയോപ്സി ചെയ്യുന്നത്? ചെക്ക് ചെയ്യാണ് അല്ലെ, കണ്ടെത്താൻ, രോഗം നിർണ്ണയിക്കാൻ വേണ്ടി. ഇന്നൊരു രോഗമാണ്, അതായത് നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടെന്ന് നമുക്ക് സംശയം തോന്നാണ്. ഒരു ഭാഗത്ത് നമ്മുടെ ഒരു ബോഡിയുടെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളോ നമുക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ടെന്ന് നമുക്ക് സംശയം തോന്നുമ്പോൾ നമ്മൾ ആ ഭാഗത്തെ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ തടിപ്പൊക്കെ തോന്നുമ്പോൾ നമ്മൾ ആ സെൽസ് അല്ലെങ്കിൽ അവിടുത്തെ ടിഷ്യൂസ് ഒക്കെ കലകളെടുത്ത് എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പരിശോധനയ്ക്ക് അയക്കും അല്ലെ. അങ്ങനെ അത് മൈക്രോസ്കോപ്പിന്റെ കീഴിൽ പരിശോധനകൾ നടത്തി അവിടെ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ അല്ലെങ്കിൽ അവിടുത്തെ വളർച്ചയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ രോഗനിർണയം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ അതും നമുക്ക് ഇതിന്റെ കീഴില് ചെറിയ മുറിവ് നമുക്ക് ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ആ ഒരു ചെറിയ രീതിയിൽ ആ ഒരു സ്കിൻ അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചെറിയൊരു മുറിവ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രൊസീജിയറും ഇതിലും ഉൾപ്പെടുന്നതാണ്. അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി ഇൻക്ലൂഡഡ് ആയത് ഇതൊന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളപ്പോ ബയോപ്സിക്ക് വരുമ്പോൾ അതൊന്ന് അതെ ആ നെക്കിന്റെ ഭാഗത്ത് കൂടുതൽ അത് ഓരോ ഭാഗത്തിനനുസരിച്ചാണ് കേട്ടോ. അപ്പൊ നമുക്ക് ത്രോട്ട് ബന്ധപ്പെട്ടാണ് ബുദ്ധിമുട്ടുള്ളതെങ്കിൽ ആ ഭാഗത്തെ ആയിരിക്കും. അത് ഏത് ഭാഗത്തെയാണ് നമുക്ക് സംശയമുള്ളത് ആ ഭാഗത്തെ ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളാണ് അല്ലെങ്കിൽ സെൽസ് ആണ് എടുക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? ബയോപ്സി പ്രൊസീജിയർ എക്സ്ട്രാ കുറെ പറയേണ്ട കാര്യമില്ല. മൂന്നാമത് കാർഡിയാക് കത്തീറ്ററൈസേഷൻ. കേട്ടിട്ടുണ്ടോ? കാർഡിയാക് കത്തീറ്ററൈസേഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അത് രണ്ടും നമുക്ക് ഒരുമിച്ച് പറയാം. കാർഡിയാക് കത്തീറ്ററൈസേഷനും ആൻജിയോപ്ലാസ്റ്റി. ആ പേര് കേട്ട് കാണുമല്ലോ, ആൻജിയോപ്ലാസ്റ്റി. കേട്ടിട്ടില്ലേ? ബ്ലോക്ക് മാറ്റുന്ന പ്രക്രിയ എന്നൊക്കെ നമ്മൾ കേട്ട് കാണും അല്ലെ. ഇവിടെ കാർഡിയാക് കത്തീറ്ററൈസേഷനും ഇതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെ. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള കാർഡിയോളജി അല്ലെങ്കിൽ കത്തീറ്ററൈസേഷൻ ലബോറട്ടറികൾ അല്ലെങ്കിൽ കാത്ത് ലാബുകളിലൊക്കെയാണ് ഈ പ്രൊസീജിയേഴ്സ് നമ്മൾ നടത്തുന്നത്. ഈ കത്തീറ്റർ എന്ന് പറയുന്ന ഇതേ സാധനം നേരത്തെ പറഞ്ഞു ചെറിയ സ്മോൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കുഴലുകളാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന പ്ലാസ്റ്റിക് കുഴലുകള് നമ്മളിവിടെ എന്ത് ചെയ്തു? ഒരു കാർഡിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇത്
ഇത് ചെയ്യുന്നത്. കാർഡിയോളജിസ്റ്റിന് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാർട്ടിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, എവിടെയാണ് ബ്ലോക്ക് ഉള്ളത്, അതിന് നമുക്ക് കണ്ടെത്തണം. അതിനനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പരിഹാരം കൊടുക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഈ പറയുന്ന ചെറിയ പ്ലാസ്റ്റിക് ട്യൂബുകൾ, അതിന്റെ ടിപ്പിൽ ഒരു നീഡിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയ ലെൻസ് അല്ലെങ്കിൽ ക്യാമറാസ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ സ്റ്റെന്റുകളും ഉണ്ടാവും. സ്റ്റെന്റ് എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു എന്താണ്, മെറ്റാലിക് ആയിട്ടുള്ള ഒരു മെഷ് പോലത്തെ സാധനം, വളരെ ചുരുങ്ങിയായിരിക്കും ഇരിക്കുക. നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അതിനുള്ളൊരു ബലൂൺ പോലത്തെ ഒരു ഭാഗം ഘടിപ്പിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് എവിടെയാണോ ബ്ലോക്ക് വരുന്നത് ആ സ്ഥലത്തേക്ക് ഈ പറയുന്ന പ്ലാസ്റ്റിക് ട്യൂബ് എത്തുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, ആ ബലൂണിൽ എന്ത് ചെയ്യും, വികസിപ്പിക്കും. ആ ബലൂൺ വികസിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പുറമെയുള്ള ആ ഒരു മെഷ് വികസിക്കില്ലേ? മിസ് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? മെഷും വികസിക്കില്ലേ? ഒന്നും മനസ്സിലായില്ല. അങ്ങനെയാണോ? എന്താ കാർഡിയക് കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കാർഡിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇതിലും നമ്മുടെ ഈ ചെറിയൊരു മുറിവുണ്ടാക്കി നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ നമുക്ക് എവിടെയാണോ ബ്ലോക്ക് ഉള്ളത് അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കത്തീറ്ററുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്യൂബുകൾ കടത്തി വിടുന്നു. അതിന് പ്ലാസ്റ്റിക് ട്യൂബിന്റെ അറ്റത്ത് നീഡിലുകള്, ബലൂൺസ്, എന്താണ് സ്റ്റെന്റുകള് മുതലായ കാര്യങ്ങള്, ലെൻസ് അല്ലെങ്കിൽ ക്യാമറാസ് മുതലായ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ബ്ലഡ് വെസൽസിലൂടെ നമ്മൾ ഈ കത്തീറ്റർ കടന്നു പോകുന്ന എല്ലാ ഭാഗവും നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഓരോ ഭാഗത്തൂടെയും ഇത് കടന്നു പോകുന്നത് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ അത്രയും സമയം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ്, ഏത് ബ്ലഡ് വെസലില് ഏത് ഭാഗത്തായിട്ടാണ് ബ്ലോക്ക് വരുന്നത് അല്ലെ. കൃത്യമായ സ്ഥലം മനസ്സിലാക്കണം. ആ ബ്ലോക്ക് വരുന്ന ഭാഗം ഏതാണ് എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി ആ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കത്തീറ്റർ കടത്തി വിടുന്നു. നമ്മൾ പറഞ്ഞു അതിനകത്ത് നീഡിലുണ്ട്. അതോടൊപ്പം തന്നെ അതിനൊരു ബലൂൺ പോലത്തെ ഒരു ഭാഗമാണ്. ആ നീഡിലിന് താഴെയായിട്ട് ഒരു ബലൂൺ, അതായത് ബലൂൺ പോലെ നമുക്ക് വീർപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗം. മനസ്സിലായോ? വീർപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ നമ്മുടെ ബ്ലഡ് വെസൽസ്, ബ്ലോക്ക് ഉള്ള ബ്ലഡ് വെസൽസിന്റെ അവിടെ എങ്ങനെയായിരിക്കും, ബ്ലഡ് വെസൽസ് ചുരുങ്ങിയായിരിക്കും ഇരിക്കുക അല്ലെ. അതുകൊണ്ടല്ലേ ബ്ലഡ് കടന്നു പോകാത്ത. ബ്ലഡ് വെസൽസ് ബ്ലോക്കുള്ള സ്ഥലത്ത് ബ്ലഡ് വെസൽസ് ചുരുങ്ങിയിരിക്കായിരിക്കും. ആ സ്ഥലത്തെത്തുമ്പോ നമ്മുടെ ഈ പറയുന്ന കത്തീറ്റർ എന്ത് ചെയ്യും, ആ ബലൂൺ വീർപ്പിക്കും. അവരുടെ ആ ഒരു ടിപ്പിലുള്ള ബലൂൺ പോലെ വികസിക്കാൻ പറ്റുന്ന ആ ബലൂൺ തന്നെയാണ് പറയാട്ട. ബലൂൺ എന്ത് ചെയ്യും, വികസിപ്പിക്കും. ഈ ബലൂൺ പോലെ നേരത്തെ നമ്മുടെ ഇത് ചുരുങ്ങിയിരിക്കുകയായിരുന്നില്ലേ, എന്ത് ഈ ഒരു ബലൂൺ എന്ന് പറയുന്ന സാധനം നമ്മൾ ആദ്യമൊന്നും നമ്മൾ വികസിപ്പിക്കില്ല. അത് ആ കൃത്യ സ്ഥലത്തെത്തുമ്പോൾ മാത്രമേ അത് വീർപ്പിക്കുള്ളൂ. ആ സമയത്ത് അതിന് മുകളിൽ ഒരു സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതായത് ഒരു മെഷ് പോലത്തെ ഭാഗമുണ്ട്. ആ സാധനം ഈ ബലൂൺ വികസനത്തോടൊപ്പം ഈ സ്റ്റെന്റ്, ഈ മെഷ് അല്ലേ, അപ്പൊ അതും എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഈ സ്റ്റെന്റ് വികസിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ചുരുങ്ങില്ല. ബലൂൺ ചുരുങ്ങിയാലും ഈ സ്റ്റെന്റ് വികസിച്ച സ്റ്റെന്റ് എങ്ങനെ തന്നെ ഇരിക്കും, അങ്ങനെ വികസിച്ച രീതിയിൽ തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് അവിടുത്തെ എന്ത് ചെയ്യാം, ബ്ലോക്ക് മാറ്റാം അല്ലെ. അപ്പൊ ചുരുങ്ങിയിരുന്ന ബ്ലഡ് വെസൽ ഇപ്പൊ എന്തായി, സ്റ്റെന്റ് വികസിച്ചതോടുകൂടി ആ ബ്ലഡ് വെസലിന്റെ ആ ഒരു ഭാഗവും വികസിച്ചില്ലേ. മനസ്സിലായോ? മിസ് പറഞ്ഞത് ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ? ക്ലിയർ ആയോ? അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസിൽ അല്ലെങ്കിൽ ബ്ലോക്കുകൾ മാറ്റുന്നത്. അപ്പൊ ഏത് ഭാഗത്താണ് ബ്ലോക്ക് വരുന്നത് ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റെന്റുകൾ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ സ്റ്റെന്റ് കൊണ്ടുപോയി പ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ ബ്ലോക്ക് മാറ്റുക. നമുക്ക് ഒന്ന് അടുത്ത ക്ലാസ്സിലും കൂടി മിസ് പറഞ്ഞുതരാം കേട്ടോ. സമയം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് മിസ് ഒന്നും കൂടി അത് പറഞ്ഞു തന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം കേട്ടോ. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ചിട്ട് വരാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.